വലിയ കേമത്തിലാണല്ലോ. കേമത്തിലാണ് പേര് മെൻഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതെന്നാ കൊട അമ്മയുടെ കൂടെ ഇപ്പൊ അപ്പയോടെ എടുക്കണേ. സബ്സ്ക്രൈബേഴ്സ് അമ്മയോട് പറഞ്ഞത് അമ്മ ഭയങ്കര സുന്ദരി. അത് ഇന്നൊരു വലിയ സന്തോഷത്തിലിരിക്കുക. കാരണം എന്നാന്ന് പറയാതെ അറിയാം സന്തോഷത്തിന്റെ. ഇനി അബുദാബിക്കാരിയുടെ കിറ്റ ഇവിടെ കിടന്ന് എന്തായിരുന്നു ആങ്ങളെ വന്നപ്പോ ഉള്ള അങ്കക്കളി. ഇതെന്തിനാ ഈ പല പല പാത്രങ്ങൾ അമ്മ ഇതിനു വേണ്ടി എടുത്തു വെക്കണേ? വലിയ കേമത്തിലാണല്ലോ. കേമത്തിലാ. അവിടെ ചെന്നപ്പോ സബ്സ്ക്രൈബേഴ്സ് ഒരുപാടെന്ന് വെച്ചാ കുമരകം സൈച്ചാച്ചന്റെ ബന്ധുക്കളാ. അവരുടെ ഒരുപാട് ബന്ധുക്കളെ, പിന്നെ കറുകുറ്റിയിലെ സാലിച്ചേച്ചിയുടെ കുറെ ബന്ധുക്കള്, ഒരുപാടെന്ന് വെച്ചാ എല്ലാവരും നിന്ന് ചോദിച്ചു കോട്ടപ്പടിക്കാര്. ഓ, അമ്മ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുമുട്ടി. ഒരുപാട് പേര് മെൻഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം കണ്ടമാനം ഉണ്ടായിരുന്നു ഒരുപാട് എല്ലാവരും. അപ്പൊ വല്യപ്പ പറഞ്ഞു ഇതൊക്കെ സന്തോഷല്ലേ ലിനോണ്. അപ്പ പാലെടുത്ത് ഇപ്പൊ ഇറങ്ങി വരും. ഞങ്ങളൊരു 3-ന് വരാന്നുള്ള പ്രതീക്ഷയായിരുന്നു. പള്ളിയിലെ പരിപാടി കറക്റ്റ് സമയത്തിന് കഴിഞ്ഞപ്പോ കൊച്ചുകുഞ്ഞാച്ചൻ അവിടെ നിന്ന് തന്നെ മീൽസ് കഴിക്കണം. അപ്പൊ അവിടെ ഭയങ്കര തിരക്കായിരുന്നു ഹോളില്. പിന്നെ അതും കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും വൈകി. അപ്പൊ എന്നെ ഡിക്കി തുറക്കണേ പാലെടുക്കാൻ. പാൽ ഇതെന്നാ കൊട അമ്മയുടെ കൂടെ ഇപ്പൊ അപ്പയോടെ എടുക്കണേ? ഇവിടുന്ന് രാവിലെ പോയപ്പോ കൊടയൊക്കെ എടുത്താണല്ലോ പോയെ. എന്നിട്ട് തിരിച്ചു വന്നപ്പോ അപ്പയാണോ എടുക്കണേ ഇപ്പൊ കൊട? ചില സബ്സ്ക്രൈബേഴ്സ് അമ്മയോട് പറഞ്ഞത് അമ്മ ഭയങ്കര സുന്ദരി. അത് അപ്പയും അമ്മയും ഒന്ന് അങ്കമാലി വരെ പോയതാണ് കേട്ടോ. അവിടുത്തെ പള്ളിയിലൊരു ചടങ്ങിൽ സംബന്ധിക്കാനായിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചെന്നപ്പോൾ അനേകം സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുമുട്ടിയ ആ ഒരു സന്തോഷവും ആ ഒരു സന്തോഷകരമായിട്ടുള്ള അനുഭവവും അതുപോലെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കൂട്ടത്തിലൊരു ചെറിയ പരിഭ്രമവും, ഒത്തിരി പേരെയൊക്കെ കാണുമ്പോഴത്തേനും നമുക്കൊരു ചെറിയ പരിഭ്രമം പെട്ടെന്ന് വരുമല്ലോ. അപ്പോൾ അതൊക്കെ അമ്മ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പങ്കുവെക്കുന്നതാണ് കേട്ടോ. ഞാനും ഉണ്ടായിരുന്നില്ല കൂടെ പോയപ്പോൾ. അപ്പോൾ അതും ഉണ്ടായിരുന്നു കേട്ടോ കാര്യം. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തീരെ സുഖമില്ലായിരുന്നു. ഫുഡ് പോയ്സണും പനിയൊക്കെ വന്നിട്ട് വയ്യാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാം മാറിയിട്ടോ. ഇപ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ. അപ്പോൾ ആ ടൈമിൽ കുറച്ച് ദിവസം മുന്നേ എടുത്തതാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച എടുത്ത വീഡിയോ ആണ്, ഇടാൻ പറ്റിയില്ല അതാ. അപ്പോൾ ആ ടൈമിൽ തീരെ സുഖമില്ലാതിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ പോയില്ല. അവർ രാവിലെ പോയായിരുന്നേ. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അമ്മ ആകെ എക്സൈറ്റഡ് ആയിട്ട് വേറൊരു ലോകത്തു നിന്ന് ഇറങ്ങി വന്ന പോലെയൊക്കെയാണ് അപ്പോൾ വന്നത്. ഇത്രയും പേരെയൊക്കെ ഒരുമിച്ച് കാണുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലേ. അപ്പോൾ ആ ഒരു പരിഭ്രമമൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഒപ്പം സന്തോഷവും. കാരണം ഒത്തിരി ആൾക്കാരുടെ സ്നേഹം കണ്ടപ്പോൾ സത്യത്തിൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും കേട്ടോ. അത്രയും സ്നേഹം നമ്മൾ പുറത്തൊക്കെ വെച്ച് കാണുമ്പോൾ ഇങ്ങനെ ഒത്തിരി പേര് വന്ന് നമ്മളെ കണ്ട് പരിചയപ്പെട്ടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ആ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും അതൊക്കെ അമ്മ എന്നോട് പങ്കുവെച്ചപ്പോൾ ഞാനത് ക്യാമറയിൽ പകർത്തിയെന്നുള്ളൂ. നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അത്രേ ഉള്ളൂ കേട്ടോ. ഇതന്നെ അമ്മ ഇങ്ങനത്തെ ഉള്ളിവട മേടിച്ച്. ഇങ്ങനെയാ അവിടെ ഉള്ളത് ആ ചേട്ടന്മാരുടെ. ആണോ? ഞാൻ പരിപ്പൊടി വെച്ച് പോരുന്നുള്ളൂ, കംപ്ലീറ്റ് തീർന്നു. ഞാൻ മറ്റേ ടൈപ്പ് ഉള്ളിവടയാന്ന് വിചാരിച്ചേ. ഈ ഉഴുന്നുവട പോലെ ഇരിക്കണ അങ്ങനത്തെ അല്ല ഇവിടത്തെ. പക്ഷെ സൂപ്പർ ആട്ടോ ഇത്. സവാളവട പോലത്തെ ഉള്ളിവടയില്ലേ. ഇതിന് ഉള്ളിവട എന്നാണോ സവാളവട എന്നാണോ പറയണത് എനിക്കറിയില്ല കേട്ടോ. ആണോ? ഞാൻ മറ്റേതിനാ ഉള്ളിവട എന്ന് പറയാറ്. അല്ല, അതിന്റെ ആ ഓയിൽ പേപ്പറിങ് തന്നെ ഇത് മതി. മാല ഊരി വെച്ച് നീ ഇടാൻ പോകാൻ പറ്റൂല കേട്ടോ. ക്ഷമിച്ചേരെ. അപ്പ ഇന്നൊരു വലിയ സന്തോഷത്തിലിരിക്കുക. കാരണം എന്നാന്ന് പറയാതെ അറിയാം സന്തോഷത്തിന്റെ. എല്ലാവർക്കും അവനവന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോ സന്തോഷമല്ലേ. എനിക്ക് എന്റെ വീട്ടിൽ നിന്നും എന്റെ അമ്മായിമാരുടെ വീട്ടിൽ നിന്നും എന്റെ കൊച്ചപ്പന്മാരുടെ വീട്ടിൽ നിന്നും ഒക്കെ
ആൾക്കാർ വരുമ്പോൾ എനിക്ക് വലിയ സന്തോഷം. കാരണം എല്ലാ വ്യക്തികൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ഞാൻ പറയാൻ വന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ആങ്ങള, ഭാര്യ, വെളിയിൽ നിന്ന് മോള് വന്നിട്ടുണ്ട്. ഇപ്പൊ വെക്കേഷനാ. മോളും കുട്ടി, ഒരു കൊച്ചുണ്ട്, കുഞ്ഞിക്കുട്ടി. കുഞ്ഞിക്കുട്ടിന്ന് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അവർ ഇത്രയും പേര് വന്നിട്ടുണ്ടായിരുന്നു. മോളുടെ ഹസ്ബൻഡ് എത്തിയിട്ടില്ല, 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നാട്ടിലെത്തും. അപ്പൊ അവര് വന്നപ്പോ ഓരോരോ കിറ്റുകളുമായിട്ടാണ് വന്നത്. അത് കാണിക്കാനാണ് ഞാനിവിടെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത്. അവര് വന്നു കഴിഞ്ഞാൽ ഷോർട്ട് ട്രിപ്പ് പെട്ടെന്ന് പോകും കേട്ടോ. 1.5 മാസം ഉണ്ടാവുള്ളൂ. ഇനി വിശദമായിട്ട് വീണ്ടും വരും. ഹസ്ബൻഡ് വന്നു കഴിയുമ്പോൾ വീണ്ടും അവർ വരും. അപ്പൊ നമുക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊന്ന് കാണിക്കാം. അത്യാവശ്യം കുറച്ച് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കാണിക്കാം. അപ്പൊ എടുത്തു വെക്കട്ടെ. ആദ്യം തന്നെ എൻ്റെ വീട്ടിലുണ്ടായ റംബൂട്ടാൻ അല്ലേ, പഴുത്ത് വന്നോളെന്ന് പറഞ്ഞപ്പോൾ വന്നപ്പോൾ അവര് വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാ. ആങ്ങളെയും ഭാര്യയും മോളും കുട്ടിയും കൂടെയാണ് വന്നത്. അപ്പൊ ഞാനിത് ഇതിലേക്ക് കുടയുവാട്ടോ. അപ്പൊ എന്നാന്നറിയാമോ, ഈ ഇങ്ങനെ മുറത്തിൽ പേപ്പർ വെച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ തല്ലി പറിച്ചതാന്ന് പറഞ്ഞേ, ചില പൊക്കോളം മരം. അപ്പൊ അതിലെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പിന്നെ അതിന് മുറം കഴുകാൻ പോകണ്ടല്ലോ എന്ന് ഓർത്താം. മറ്റേ മുറത്തിൽ ഓൾറെഡി നീലമാങ്ങ നിരത്തി, പിന്നെ ഒരു മുറത്തില് ഉള്ളി സാധനങ്ങളൊക്കെ ഇരിക്കുക. അപ്പൊ 3-4 മുറങ്ങളുണ്ട്. ഓരോ മുറവും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുക. അത് കാരണമാണ് ഞാൻ ഇതിലിത് ഈ മുറ എടുത്ത് ഇതിൽ നിരക്കണം. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം, ഈ വർഷം നമ്മൾ റംബൂട്ടാൻ കഴിച്ചില്ല. ഇനി ഒരു റംബൂട്ടാൻ വണ്ടി വരണത് ആരുടെയാ? വരാനുണ്ട്. അതെ. അപ്പൊ നമുക്കൊരു കാര്യം ഞാൻ ചെയ്യാം. ഈ ഒപ്പ ഏഹേ, അമ്മയ്ക്ക് അതിന് കത്തിയൊന്നും വേണ്ട. നോക്കട്ടെ. ഇപ്പൊ തന്നെ അങ്ങ് കഴിക്കുവാണ്. ഈ വർഷം ഞാനിത് കഴിച്ചേ ഇല്ല കേട്ടോ. ഈ വർഷം നമ്മൾ കഴിച്ചില്ല. എനിക്കാണോ? അല്ല, ഇച്ചിരി പഴുക്കാനുണ്ട്. വന്നപ്പോ പറിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷെ നല്ല മധുരമുണ്ട്. ഒരുപാട് മഴയത്ത് ഒലഞ്ഞു പോയിന്ന് പറഞ്ഞു, കാറ്റത്ത്. ഇച്ചിരി വിട്ടുവരാൻ പാടാ, പഴുത്തു വന്നുള്ളതാ. അതിലുണ്ടോ? മാറ്റട്ടെ, പുളി ഒഴിക്കട്ടെ. ഇനി അബുദാബിക്കാരിയുടെ കിറ്റ തുറക്കുവാട്ടോ. ആദ്യം തന്നെ അവളെ നാട്ടിൽ നിന്ന് ഒരു സ്വീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിവിടെ ജയ ബേക്കറി കാറ്റേക്ക ഫുഡ്സ്. അത് നമുക്ക് മുറിക്കുമ്പോ കാണിക്കാം. അത് മുറിക്കണമെന്ന് ഞാനായിരിക്കൂല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരായിരിക്കും. ഇന്നലെ ഞാനും അപ്പൊ എങ്ങടെ തൃപ്പൂണിത്തുറയ്ക്ക് പോയെന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ മേടിക്കാനായിട്ട്. അന്നേരം അവിടെ വെച്ചൊരു ഷാരി, കുറെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. അതിലൊരു ഷാരി എന്ന് പറഞ്ഞ ഒരു കുട്ടി പറയുവാട്ടോ, ഒരു ലേഡി പറയുവാണ്, അയ്യോ അപ്പച്ചന്റെ ചെറുപ്പക്കാരിയാ, ഒരു കൊച്ചിനടുത്ത് ഓടി വന്ന് വർത്താനം പറയുന്നത്, അപ്പച്ചന്റെ കട്ടിങ് സൂപ്പറാണ്, കട്ട് ചെയ്യണ കേക്ക് കട്ട് ചെയ്യണ സൂപ്പറാണ് പറഞ്ഞു. അപ്പൊ ഭയങ്കരമായിട്ട് ചിരിച്ചു. പിന്നെ അബുദാബി എന്നുള്ള കിറ്റ് ഹെർഷേസ്, അത് നമുക്ക് പൊട്ടിക്കുമ്പോ കാണിക്കാം. കിസ്സസാ പൊട്ടിക്കുമ്പോ എടുക്കാം. രണ്ടാ സൂക്ഷിക്കുന്ന പോക്കറ്റ് പെർഫ്യൂം. ഭയങ്കര സൗകര്യമാണ്. കാരണം പെർഫ്യൂം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റീഅപ്ലൈ ചെയ്യണമെങ്കിലേ വലിയ സാധനങ്ങളല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ വളരെ ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ പോക്കറ്റ് പെർഫ്യൂം. അടുത്തോ എടുത്ത് കൈ വെച്ച് കാണിച്ചേ. അങ്ങനെയാണ്, നേരെ പിടിക്കാതൊക്കെ. നേരല്ലേ? അതെ 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 അതെ. ഊത് കളക്ഷനാണ്. ഊത് കളക്ഷനാണ്. ഊത് അവിടുത്തെ ഫേമസ് ആണ്. കഴിഞ്ഞ വർഷം അവള് കൊണ്ടുവന്നായിരുന്നു അല്ലേ? അതെ അതെ. മണം എങ്ങനെയുണ്ടോ നോക്കിയേ. സൂപ്പർ. എന്തിന്റെ മണായിട്ടാ അമ്മക്ക് തോന്നണേ? എനിക്ക് തോന്നിയതില്ലേ, ഈ
സാൻഡല് ചന്ദനത്തിന്റെ അതാ എനിക്ക് തോന്നിയത് കേട്ടോ, എനിക്കറിയില്ല. അപ്പൊ കഴിഞ്ഞ വർഷം കൊണ്ടുവന്നായിരുന്നു, കഴിഞ്ഞ വർഷം ഏപ്രിൽ ടോർച്ച് ഇതെല്ലാം കൊണ്ടുവന്ന് നിങ്ങളെ കണ്ടിട്ടുണ്ടത്. പിന്നെ സ്വീറ്റ്സ് ഒരുപാട് സാധനം കൊണ്ടുവന്നായിരുന്നു. ഞാൻ ഇവിടെ പണ്ട് കുറച്ച് പെർഫ്യൂം എന്റെ തീർന്നു കഴിഞ്ഞപ്പോ മേടിച്ചത് പലതും കഴിഞ്ഞു. അപ്പൊ അമ്മേനെ കൊണ്ട് അതിന്റെ മണം ഏതാ ഇഷ്ടമെന്ന് ഞാൻ പറയിപ്പിച്ചാലോ എന്ന് ആലോചിക്കുമായിരുന്നു. പ്രേക്ഷകര് പറയാട്ടോ. ഇത് മറ്റേ ബാത്ത് ആൻഡ് ബോഡിയാന്ന് തോന്നുന്നു. അതെ 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 അതെ. അവള് പറഞ്ഞല്ലോ ബാത്ത് ആൻഡ് ബോഡി ഇവിടെ എവിടെയോ കിട്ടുന്നത്. ഫോറം മാളിൽ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. മിസ്റ്റ് ബോഡി മിസ്റ്റാ, നല്ല സ്മെല്ലാ ബാത്ത് ആൻഡ് ബോഡിയുടെ. അത് സ്മെല്ലൊന്ന് നോക്കിയ അമ്മ, എന്നിട്ട് എന്തിന്റെ സ്മെല്ലാന്ന് പറഞ്ഞോ? എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പുളിമൂട്ടിലെ അമ്മാമ്മ വരുമ്പോ, പണ്ട് അമ്മാമ്മയുള്ളപ്പോ വരുമ്പോ എപ്പോഴും ഇതിന്റെ സ്മെല്ല് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എനിക്കറിയില്ല എന്നാന്നുള്ളത്. നല്ലൊരു സ്മെല്ലാട്ടോ. പക്ഷെ അത് കഴിഞ്ഞ ഓണം കൊണ്ടുവന്ന ഹിബിസ്കസ് ആയിരുന്നു. അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സ്മെല്ല്. അതും നല്ലായിരുന്നു, പക്ഷെ ഈ സ്മെല്ലിന് ഒരു പ്രത്യേക ഫീലിംഗ് ഉണ്ട് അതടിക്കുമ്പോ. ഇതിനെപ്പറ്റി അമ്മയ്ക്ക് പ്രത്യേകിച്ച് പറയാൻ അങ്ങനെ ഇല്ല. എനിക്ക് ഇല്ല, ഞാനിതൊന്നും യൂസ് ചെയ്യുന്ന ആളല്ല കേട്ടോ. ഇത് ബോഡി ക്രീമാട്ടോ. എന്റെ പെർഫ്യൂമും ബോഡി ക്രീമും തീർന്നിരിക്കുകയായിരുന്നു. അപ്പൊ അവൾ ഈ ടൈമിൽ വരൂന്ന് ഇവക്ക് അറിയാലോ, ജൂൺ ജൂലൈ വെക്കേഷൻ ടൈമിൽ വരൂന്ന് അറിയാം. അപ്പൊ അത് ഏതൊക്കെയാ കൊണ്ടുവന്നേന്ന് അറിയില്ല. കൊണ്ടുവരുവാണെങ്കിൽ പിന്നെ ഇത്രയും കോസ്റ്റ്ലി മേടിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഇരിക്കുവായിരുന്നു. അപ്പൊ അവള് കഴിഞ്ഞ വർഷം ഇത് കൊണ്ടുവന്നതാണ്. അപ്പൊ ഈ വർഷം അത് തന്നെയാണ് കൊണ്ടുവന്നത്. ഇതും ബാത്ത് ആൻഡ് ബോഡി വർക്സിന്റെ. അതെ അല്ലേ, അരോമ. നമുക്ക് നോക്കാം, പൊട്ടിച്ച് കഴിയുമ്പോ നോക്കാം. അപ്പൊ ഒന്നും പൊട്ടിച്ചിട്ടില്ല, പൊട്ടിക്കുമ്പോ കാണിക്കാം. അതെ, അപ്പൊ ഇത്രയാണ് കൊണ്ടുവന്നേ. അതെ, വെക്കട്ടെ. ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ആട്ടോ, ജയ ബേക്കറിയിലെയാ. നോർമൽ പ്ലം കേക്കും അവിടുത്തെ നല്ലതാ, നല്ല മണം തന്നെ ഉണ്ട്. ഇത് സ്ക്വയറാ, അപ്പൊ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. റൗണ്ട് ആണെങ്കിലാ കട്ട് ചെയ്യാൻ ഇച്ചിരി പാട്. സ്ക്വയർ ജസ്റ്റ് അങ്ങനെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്താ പോരെ. അമ്മ കൊറേ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇടാൻ. കുത്തി നിറച്ച് വെക്കരുതെന്ന് പറഞ്ഞേ, നിറയെ വെക്കരുതെന്നാ പറഞ്ഞേക്കണേ. കാരണം എടുക്കാൻ പറ്റൂല എന്ന്. പിന്നെ ഇപ്പൊ ഇത്ര കൊറേ പാത്രങ്ങളുണ്ടല്ലോ. ഈ കുഞ്ഞു പാത്രം എന്ത് ഉദ്ദേശത്തിലാന്ന് പിടികിട്ടിയിട്ടില്ല. അത് കുറച്ച് വെക്കാനാന്ന്. ഇതിപ്പോ കട്ട് ചെയ്യുന്ന വലിയൊരു ബുദ്ധിമുട്ടില്ല. ഒരു പീസിങ് തരുമോ? കഴിച്ചു നോക്കട്ടെ. അപ്പയുടെ കേക്ക് കട്ടിങ്ങിന് ഒരുപാട് ആരാധകരുണ്ട് കേട്ടോ. എന്നാ അത് മാറ്റി വെച്ചേക്കണേ. കട്ട് ചെയ്യാനാ. ഒരു ചെറിയ പീസ് തന്നാ മതിയായിരുന്നു. നല്ല കേക്കാട്ടോ. ബാമ്മേ, കേക്ക് കഴിക്കാം. ബാ. ബാമ്മേ വേമ്പാ, മുറിച്ച് കഴിഞ്ഞു കേട്ടോ. അമ്മയ്ക്ക് ഏതിനും അതിൻ്റെതായ ചില നിലപാടുകളുണ്ട്. ഇവിടെ കിടന്ന് എന്തായിരുന്നു ഞങ്ങളെ വന്നപ്പോ ഉള്ള അങ്കക്കളി? അതാണ് സ്വന്തം വീട്ടിലെ ആൾക്കാർ വരുമ്പോഴുള്ള സന്തോഷം, സന്തോഷ പ്രകടനങ്ങൾ. ഇതെന്തിനാ ഈ പല പല പാത്രങ്ങൾ അമ്മ ഇതിനു വേണ്ടി എടുത്തു വെക്കണത്? ഈ 1-2 കണ്ടെയ്നറിൽ 3 കണ്ടെയ്നർ കൊള്ളാനുള്ളതേ കഷ്ടിയുള്ളൂ, അല്ല 2 അപ്പൊ അത് 2 ഫ്രിഡ്ജിൽ കയറ്റണം. ഇതിന്റെ അനുസരിച്ച് ഇത് കുറ്റി കടത്തി നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കൈയിട്ട് എടുക്കാൻ പറ്റൂല. അപ്പൊ അത് ഇച്ചിരിച്ച് ആണെങ്കിൽ നമുക്ക് എടുത്ത് ഫ്രീ ആയിട്ട് കൈകാര്യം ചെയ്യാം. അല്ലെങ്കിൽ ഈ അടപ്പയിൽ ഒട്ടിപ്പിടിച്ച് മറ്റേടത്ത് മറിച്ച് പിടിച്ച് ഇച്ചിരി കോംപ്ലിക്കേഷൻ ആ തുറക്കൽ. എന്നാലും നോക്കട്ടെ. ഇത് വലിയ കുഴപ്പമില്ല, വെച്ചേക്കണം. നല്ല കേക്കാ അല്ലേ? നല്ല കേക്കാ. റിങ്കു, കേക്ക് വളരെ നന്നായിട്ടുണ്ട്. ഞാനാ കഴിച്ചേ. ആണോ? ഞാൻ കഴിക്കപ്പോ തന്നെ. ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് മറ്റേ നോക്കിയാണല്ലോ നീ എടുത്തേക്കണത്? ജൂലൈ 3 അല്ലേ? ജൂലൈ 1 ആണോ? വളരെ നന്നായിട്ടുണ്ട്. അതെ, ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പൊ കഴിക്കാനുള്ളത്. കഴിക്കാം ഇത് കേട്ടോ,
കണക്കുകളൊക്കെ കേട്ടോ? മിന്നില്ല. എങ്ങനെയുണ്ട്? നല്ല കേക്കാ. ഓക്കെ, നമ്മുടെ അടുത്ത ഡ്യൂട്ടിയിലേക്ക് കയറാം. വളരെ നന്നായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമില്ലേ അവള് വന്നപ്പോഴും എല്ലാവരും കൂടെ വന്നില്ലേ അവര് രണ്ടാമത്, ആദ്യത്തെ ട്രിപ്പല്ല, രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോൾ തങ്കുമായിട്ട് വന്നപ്പോഴും അവള് വന്നപ്പോൾ ക്യാരറ്റ് കേക്കാ കൊണ്ടുവന്നു. അവൾക്ക് അതിനോട് എന്തോ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു. അവൾക്ക് ആൻസിലെ പ്ലം കേക്ക് ഇഷ്ടമാണ്. ഇന്നലെ ഇവിടെ ഇരുന്ന് പറഞ്ഞാട്ടല്ലോ. അതെ, കേക്ക് ഒന്നാം തരം. അത് ക്യാരറ്റ് ഡേറ്റ്സ് അല്ലേ? അതാ, ക്യാരറ്റൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അമ്മാച്ചിൻ്റെ അവിടെ ചെല്ലുമ്പോൾ സാധാരണ പിറവൻ കവിതയിലേ ഉണ്ടാവാറില്ല. ഇതിപ്പോ അവര് പുറത്തേക്ക് പോയില്ല, ഡയറക്റ്റ് മുളന്തെടുത്തിട്ട് പോരുമില്ലേ. ഇത് അതുകൊണ്ട് ജയ ബേക്കറിയിൽ നിന്ന് എടുത്തേക്കണം. ഓക്കെ, നല്ല കേക്കാം. എന്തായാലും പേര് പറഞ്ഞു? ഹെർഷേസിന്റെ കിസസ്. കിസസ്. ഓ, കിസ് ചെയ്യുന്ന പോലത്തെ ഷേപ്പാ ഇതിന്, അതുകൊണ്ടാണ് പറയണേ. അല്ലേ, കുപ്പിയിലേക്ക് ആക്കാൻ നോക്കുന്നത്. കയ്യിൽ നിന്ന് താഴ്ത്തു പോകും. നല്ല രുചിയാ. ഇവിടെ കിട്ടും നമുക്ക് ഇങ്ങനത്തെ മിഠായി. ഇത് കോമൺ അറിയാലോ. 70 പീസ് ഒരു പാക്കറ്റ്. 70 കേട്ടോ, 70 പീസ്. എന്നിട്ടോ ഇനി ഇങ്ങനെ ഇടട്ടെ. അതെ, ദേ അതായിരിക്കും അമ്മയ്ക്ക് ഉചിതം. ക്ഷമ. അതെ 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 അതെ. പോയി വന്നിട്ട് എങ്ങനെയുണ്ട്? ഓ, ഭയങ്കര ക്ഷീണം. ക്ഷീണാണോ? ആ, മഴയൊക്കെയാണ്, അതുകൊണ്ട് ഒരു തണുപ്പ്. ഒരു മാങ്ങയൊക്കെ നോക്കിയിരിക്കുക. നീലാണോ? ഇല്ല, അപ്പൊ ഇന്നലെ മേടിച്ച പഴുത്തു അല്ലാണ്ട് ഇത് ഇത് നല്ലോണം പഴുത്തല്ലോ. പഴുത്തു. എത്തി കഴിക്കാം. ഇന്ന് പെട്ടെന്ന് ഇരുട്ടായ പോലെ. മഴക്കാറുകൊണ്ടാ. അതെ അതെ അതെ. ആയോളൂ. കണ്ടമാന സബ്സ്ക്രൈബേഴ്സിന് കണ്ടു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സീ യു.